ബലാത്സംഗ കേസിൽ 2 ആഴ്ചത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് എത്തിയിരിക്കുകയാണ്. അവിടെ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് തീരാൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെയാണ് കുന്നത്തൂർമേട് ബൂത്തിൽ രാഹുൽ വോട്ട് ചെയ്തത്. എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചില്ല. എനിക്കെതിരെ പറഞ്ഞതും എനിക്ക് അനുകൂലമായി പറഞ്ഞതും ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ ഉണ്ട്. എന്തുകൊണ്ടാണ് ഒളിവിൽ പോയത്? എന്തുകൊണ്ട് രാഹുലിനെതിരെ CPM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. CPM BJP പ്രവർത്തകർ ഉൾപ്പെടെയാണ് രാഹുലിനെതിരെ പ്രതിഷേധവുമായി എത്തിയത്. അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട്ടേക്ക് രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതായിരുന്നു ആകാംക്ഷ. അങ്ങനെ 15 ദിവസങ്ങൾക്ക് ശേഷം രാഹുൽ എത്തിയിരിക്കുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ, എന്താണ് പറഞ്ഞത്? എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് എന്നതിനപ്പുറത്തേക്കും മറ്റൊന്നും പ്രതികരിക്കാനും നിന്നിട്ടില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് ദിനത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാലും മറ്റ് നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ളൊരു ഉറപ്പ് കോടതിയിൽ നിന്ന് ലഭിച്ചിരുന്നു. അതായത് 2 കേസുകളിലും അറസ്റ്റിൽ നിന്ന് കോടതി സംരക്ഷണം ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വൈകിട്ട് 4:45 രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് കുന്നത്തൂർ മേട്ടിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തി തൻ്റെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും പൊതുസമൂഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും രാഹുൽ കൃത്യമായ മറുപടി നൽകിയില്ല. തനിക്ക് പറയാനുള്ളതും തനിക്കെതിരായി പറയാനുള്ളതും കോടതിക്ക് മുൻപാകെ ഉണ്ട്, അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് മാത്രം അവസാനിപ്പിക്കുകയാണ് രാഹുൽ ചെയ്തത്. കോൺഗ്രസ് എടുത്ത നടപടിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ 2ാമത്തെ കേസിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നിയമവിഷയം നിയമത്തിൻ്റെ മുന്നിൽ രാഹുൽ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ കോടതി എങ്ങനെ തീരുമാനിക്കുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അയാളുടെ സദാചാരബോധം, ധാർമ്മിക മൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും വിശദീകരണം രാഹുൽ നൽകേണ്ടതുണ്ട്. ഒരു പൊതുപ്രവർത്തകന്റെ ജീവിതം ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അയാൾ പൊതുസമൂഹത്തോട് വിശദീകരണം നൽകേണ്ടതായിരുന്നു. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടും അയാൾ കൃത്യമായ ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല. ആ ചിരിയിലെല്ലാം ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. അയാൾ ആരെ നോക്കിയാണ് ചിരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ്. കാരണം ഹൂ കേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അയാൾ. ആ ആറ്റിറ്റ്യൂഡ് ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ആ ചിരിയിൽ നിന്ന് മനസ്സിലാകുന്നത്. നമുക്ക് നമ്മളോടൊപ്പം ഗോകുലും കൂടി ചേരുകയാണ്. ഗോകുൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന സമയത്ത് ഒപ്പം ആരൊക്കെയുണ്ടായിരുന്നു? കാരണം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. ഈ പാർട്ടിക്കാർ അയാളോടൊപ്പം ഉണ്ടായിരുന്നോ? KSUവിന്റെ ജില്ലാ ഭാരവാഹിയായ ഇക്ബാലാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽപ്പെട്ട ആളുകളാണ്. ഫസൽ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ആളുകളാണ്. അങ്ങനെ നമുക്കൊരു പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെന്ന് പറയുന്നത് KSUവിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടുള്ള ഇക്ബാലാണ്. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഇക്ബാലിനോട് ചോദിച്ചപ്പോൾ പാലക്കാട് MLA എന്നുള്ള നിലയിലാണ് വന്നത്, മറ്റൊന്നും പറയാനില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മറുപടിയുമില്ല. കാരണം പാർട്ടി നടപടി എടുത്ത ഒരു MLAയോടൊപ്പം അല്ലെങ്കിൽ പാർട്ടി കൈയൊഴിഞ്ഞ അദ്ദേഹത്തോടൊപ്പം എന്താണ് വന്നത്? തങ്ങൾക്ക് ഇനി ബന്ധം. ഇന്ന് ഷാഫിയോട് നമ്മൾ ചോദിച്ചപ്പോൾ രാഹുൽ രാജിവെക്കാൻ പറയുമ്പോൾ അത് ഇനി ഞങ്ങളുടെ കയ്യിലല്ല, ഞങ്ങളല്ല അതിന്റെ ആളുകൾ, അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിന്റെ MLA അല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ പാർട്ടി കൈയൊഴിഞ്ഞ ഒരു MLAയോടൊപ്പം ഉണ്ടായിരുന്നത് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഇക്ബാൽ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ പ്രതിഷേധം ഉയർത്തിയ CPMകാർ തന്നെ പറയുന്നത് കോൺഗ്രസ് പിന്തുണയോട് കൂടിയാണ്, കോൺഗ്രസിന്റെ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലൂടെ വോട്ട് ചെയ്യാൻ വന്നതെന്നാണ്. അത് ശരിയാണോ? നമുക്ക് പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ബാക്കി എല്ലാവരും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ്. പക്ഷേ എങ്കിലും രാഹുലിന് ഇവിടെ നിന്ന് നല്ല രീതിയിൽ പിന്തുണ ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രവർത്തകർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ അവർക്ക് ഒരിക്കലും പ്രത്യക്ഷത്തിൽ വരാൻ പലപ്പോഴും കഴിയില്ല എന്നുള്ളതാണ്. കാരണം പാർട്ടി നടപടിയെടുത്തൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ വരാൻ പലരും കഴിയുന്നില്ലെങ്കിലും അത്തരത്തിലുള്ള പിന്നണിയിലെ കളികളിൽ ഇവരൊക്കെ തന്നെ ഭാഗമാകുന്നുണ്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുണ്ടായിരുന്ന അംഗങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ഫസൽ KSUവിന്റെ ഭാരവാഹിയാണ്, പക്ഷേ സ്റ്റാഫിലുള്ള ഒരാളാണ്. ബാക്കിയൊക്കെ തന്നെ സ്റ്റാഫിലുള്ള ആളുകളാണ്, പാർട്ടി പ്രവർത്തകരല്ലാത്ത ആയവരാണെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഒപ്പം ഉണ്ടായിരുന്ന ആളുകളെ കാണാൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ഏത് രീതിയിലാണ് രാഹുൽ വരുന്നത് എന്നാൽ അത് രഹസ്യമായിട്ടുള്ള പിന്തുണ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഗ്രൗണ്ട് ഒരുക്കുക, രാഹുലിന് കളം ഒരുക്കുക എന്നുള്ളത് അതിന്റെ ഒരു ഭാഗമായി തന്നെ അവർ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഉറപ്പാണ്. അറിയാം, കേസ് ആറ്റിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ. തിരിച്ച് ഒളിവ് ജീവിതം അവസാനിപ്പിച്ചു. ഒളിവിൽ പോയത് മറ്റ് വിപ്ലവ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ഗുരുതരമായ ആരോപണം നേരിട്ട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒളിവിൽ പോയത്. ആ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് വരുമ്പോഴും അയാളുടെ മുഖത്ത് ആ ചിരിയുണ്ട്. ആ ചിരി എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അതാണ് നമ്മളെ പേടിപ്പിക്കപ്പെടുത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ഈ ആരോപണങ്ങളോട്
നമ്മളോടൊന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല. ഇത്ര ദിവസം 15 ദിവസമായി, 15 ദിവസത്തിന് ശേഷമാണ് ഈ MLA ഓഫീസിനുള്ളിലേക്ക് രാഹുൽ കയറുന്നത്. ഇത്രയും ദിവസം എവിടെയായിരുന്നു? പാലക്കാടിനൊരു MLA ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ വിഷയങ്ങൾ ചോദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഇനി സഹകരിക്കുമോ, തിങ്കളാഴ്ച ഹാജരാകുമോ? കാരണം രാഹുലിന്റെ രണ്ടാമത്തെ കേസിലെ ജാമ്യ വ്യവസ്ഥയിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഹാജരാകുമോ? ഈ വിഷയം സംബന്ധിച്ച യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾക്കോ ഒന്നും തന്നെ മറുപടി പറയാൻ രാഹുൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. ഈ MLA ഓഫീസ് വരെ അന്ന് വോട്ട് ചെയ്യാൻ വന്ന അവിടെ നിന്ന് തൊട്ട് ഈ MLA ഓഫീസ് വരെ നമ്മൾ ആവർത്തിച്ച് ഇത് മാത്രമാണ് രാഹുലിനോട് ചോദിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും തന്നെ ഒരു പ്രതികരണം ഏതെങ്കിലും രീതിയിൽ നടത്താൻ രാഹുലിന് തയ്യാറാകുന്നില്ല, രാഹുൽ കഴിയുന്നില്ല. രാഹുൽ ആകെ പറയുന്നത് തനിക്ക് പറയാനുള്ള കാര്യങ്ങളും തനിക്കെതിരെ പറയാനുള്ള കാര്യങ്ങളും കോടതിക്ക് മുന്നിലുണ്ട്, അതവിടെ നിൽക്കട്ടെ, ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതികരിക്കാനില്ല. പിന്നീട് അദ്ദേഹത്തെ കണ്ണാടിക്കടുത്തുള്ള ഒരു ഹോട്ടലിൽ വെച്ച് കണ്ടപ്പോൾ അവിടെ വെച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചായ കുടിക്കുകയും കടി കഴിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം എന്നുള്ള രീതിയിലൊന്നും തീർച്ചയായിട്ടും ആ ഒരു സന്ദർഭം എടുത്തു പറയേണ്ടതാണ്. കാരണം ചായ കുടിക്കുന്ന സമയത്തും ആ ചിരി മുഖത്ത് വരുത്താൻ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്കൊന്നും പറ്റിയിട്ടില്ല, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അയാൾ തന്നെ നൽകിയിട്ടുള്ള ജാമ്യ അപേക്ഷ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ അയാൾ തന്നെ പറയുന്നുണ്ട് ആദ്യത്തെ കേസിൽ ആ പെൺകുട്ടിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് തന്നെ അയാളൊരു കുറ്റസമ്മതമാണ് നടത്തിയിരിക്കുന്നത്. അക്കാര്യങ്ങളിലൊക്കെ അയാൾ വ്യക്തമായ മറുപടി പറയേണ്ടതാണ്. കോടതിക്ക് മുൻപാകെ മാത്രമല്ല, പൊതുസമൂഹത്തിന് മുൻപിൽ അയാൾ മറുപടി പറയണം. കാരണം അയാൾ ഒരു ജനപ്രതിനിധിയാണ്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകനാണ്. ആ രീതിയിൽ അയാൾ പൊതുസമൂഹത്തോട് തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ ഈ ബന്ധങ്ങൾ പക്ഷെ അങ്ങനെ ഒരു മറുപടിയും മുന്നിലേക്ക് വന്നിട്ടില്ല. മുൻപ് ഒളിവിൽ പോകുന്നതിന് മുൻപ് ഈ മുഖ്യമന്ത്രിക്ക് പരാതി എത്തുന്നതിന് മുൻപായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് തിരിച്ചും ഒളിവിൽ കഴിഞ്ഞതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുന്നത്. അതേ ആറ്റിറ്റ്യൂഡൊന്നും ഒരു മാറ്റവുമില്ല. മറുപടി പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. എന്നെക്കുറിച്ച് പറഞ്ഞതും എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറഞ്ഞതുമായ കാര്യങ്ങൾ കോടതിക്ക് മുന്നിലുണ്ട് എന്നത് മാത്രമാണ് ഇന്ന് മാധ്യമങ്ങളോടായിട്ട് പ്രതികരിച്ചതും. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. മറുവശത്ത് പ്രതിഷേധവും മുന്നിലേക്ക് പോകുന്നുണ്ടായിരുന്നു.